ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 79. രുക്മിണീഹരണം. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ. ബലസമേത ബലാനുഗതഃ ഭവാൻ, സൈന്യസമേതനായ ബലരാമനാൽ. ബലസമേത ബലൻ എന്ന് പറഞ്ഞാൽ സൈന്യത്തോടു കൂടിയ ബലരാമൻ. ആ ബലരാമനാൽ അനുഗമിക്കപ്പെട്ടവനായ അങ്ങ് ഭീഷ്മകമാനിതഃ പുരമഗാഹത, ഭീഷ്മകനാൽ സമ്മാനിതനായിട്ട് കുന്തിനപുരത്തിലെത്തി. ത്വദുപാഗമവാദിനം ദ്വിജസുതം, അങ്ങയുടെ ആഗമനം അറിയിച്ച ബ്രാഹ്മണപുത്രനെ സാ തരസാ ധൃതരസാ പ്രണനാമ. ആ രുക്മിണി സന്തോഷത്തോടെ പെട്ടെന്ന് നമസ്കരിച്ചു. അടുത്ത ശ്ലോകം നോക്കാം. ഭുവനകാന്തമവേക്ഷ്യ ഭവദ്വപു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാ. ഭുവനകാന്ത ഭവദ്വപുഃ അവേക്ഷ്യ, ഭുവനങ്ങളിലെല്ലാം തേജസ്സു പരത്തുന്ന, ഏറ്റവും സുന്ദരനായ, ഭുവനത്തെ ആകർഷിക്കുന്ന അങ്ങയുടെ വപുസ് കാണുകയും നൃപസുതസ്യ ചേഷ്ടിതം നിശമ്യ ച, ഭീഷ്മക രാജാവിന്റെ പുത്രനായ രുക്മിയുടെ പ്രവൃത്തികളെക്കുറിച്ച് കേൾക്കുകയും ചെയ്തപ്പോൾ വിപുല ഖേദജുഷാം പുരവാസിനാം സരുദിതൈഹി ഉദിതൈഹി നിശാമഗമത്, വലിയ സങ്കടത്തിലകപ്പെട്ട നഗരവാസികളുടെ ദുഃഖം കലർന്ന വാക്കുകളാൽ രാത്രി കഴിഞ്ഞു. അവർക്കെല്ലാം ഭഗവാനെ കണ്ടതോടുകൂടി രുക്മിണിക്ക് അനുയോജ്യനായ വരൻ ഭഗവാനാണ് എന്നുള്ള തോന്നലുണ്ടാവുകയും അതിന് വിപരീതമായിട്ടുള്ള ആ തീരുമാനത്തെ അവര് വളരെ സങ്കടത്തോടെ വിചാരിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തദനു വന്ദിതുമിന്ദുമുഖേ ശിവാം വിഹിതമംഗളഭൂഷണ ഭാസുര നിരഗമദ്ഭവദർപ്പിത ജീവിത സ്വപുരത പുരത സുഭടാവൃത. തദനു അവതർപ്പിത ജീവിത ഇന്ദുമുഖി, അതിനുശേഷം അങ്ങയിൽ ജീവിതമർപ്പിച്ച ചന്ദ്രമുഖിയായ ആ രുക്മിണി വിഹിതമംഗളഭൂഷണ ഭാസുര, വിവാഹത്തിന് യോജിച്ച മംഗളഭൂഷണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് വിളങ്ങുന്ന ശോഭയോടെ പുരതഃ സുഭടാവൃത ശിവാം വന്ദിതും സ്വപുരതഃ നിരഗമത്, ശൂരന്മാരായ ഭടന്മാരാൽ ചുറ്റപ്പെട്ടവളായി പാർവതി ദേവിയെ വന്ദിക്കുന്നതിന് തൻ്റെ അന്തഃപുരത്തിൽ നിന്നും പുറപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാം പതിതാം തവ കേവലം. കുമാരിക കുലവധൂഭിഹി ഉപേത്യ, കുലവധുക്കളായ മറ്റു സ്ത്രീകളോടുകൂടി ചേർന്ന് സാദരം ഗിരിസുതാം ച പരിപൂജ്യ, പാർവതി ദേവിയെ ഭക്തിയോടുകൂടി പൂജിച്ച് തത്പദപങ്കജേ നിപതിത കേവലം തവ പതിതാം മുഹുഹു അയാചത, ആ പാദപങ്കജങ്ങളിൽ വീണു നമസ്കരിച്ചിട്ട് അങ്ങ് തന്നെ പതിയായി ലഭിക്കണമേ, ശ്രീകൃഷ്ണനെ തന്നെ ഭർത്താവായി ലഭിക്കണമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. മുഹുരയാചത എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും യാചിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിതദിങ്മുഖ. നൃപകുലേ സമവലോക കുതൂഹല സങ്കുലേ, രുക്മിണിയെ കാണുവാനുള്ള കുതൂഹലത്താൽ രാജാക്കന്മാർ തിക്കിത്തിരക്കുകയും
ത്വയി നിഭൃതം ച സ്ഥിതേ, അങ്ങാകട്ടെ തിരക്കിൽപ്പെടാതെ അനങ്ങാതെ നിൽക്കുകയും ചെയ്തപ്പോൾ നൃപസുത രുചിരഞ്ജിത ദിങ്മുഖ, രാജപുത്രിയായ രുക്മിണി സൗന്ദര്യം കൊണ്ട് ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഗിരിജാലയാത് സുരുചിരം നിരകാത്, മനോഹരിയായി ദേവീക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഭുവനമോഹന രൂപരുചാതയാ വിവശിതാഖില രാജകദംബയാ ത്വമപി ദേവ കടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ച കൃഷേ മനാ. ഭുവനമോഹന രൂപരുച, അതായത് ലോകത്തെ ആകെ മോഹിപ്പിക്കുന്ന സുന്ദര കാന്തിയോട് കൂടിയവളും വിവശിത അഖില രാജകദംബയാ തയാ പ്രമദയാ, എല്ലാ രാജാക്കന്മാരെയും ആക്കിയവളുമായ ആ രുക്മിണിയാൽ ദേവാ ത്വമപി കടാക്ഷ വിമോക്ഷണൈഹി മനാഗമതയാഞ്ച കൃഷേ, ഏ ഭഗവാനെ, അങ്ങും ആ കടക്കൻ വീക്ഷണങ്ങളാൽ അല്പം മയക്കപ്പെട്ടുവോ എന്ന് സംശയം. പരമശിവൻ അവിടെ നിന്ന് കൈലാസത്തിൽ നിന്ന് ഈ ദൃശ്യം കണ്ട് ആശ്വസിക്കുകയാണ്. പരമശിവൻ ഒരിക്കൽ ഭഗവാന്റെ മോഹിനി വേഷത്തിൽ മോഹിതനായല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായ ആ ചെറിയൊരു ചാഞ്ചല്യം നേരിൽ കാണാനായിട്ട് കൈലാസത്തിൽ നിന്ന് പരമശിവൻ നോക്കി നിൽക്കുന്നു എന്നൊക്കെ ആചാര്യന്മാര് പറയാറുണ്ട്. അതുപോലെ ഭഗവാനെ പോലും അല്പം മോഹിപ്പിച്ചുവോ എന്ന് തോന്നും ആ രുക്മിണിയുടെ അതിമോഹനമായ രൂപം. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ക്വനുഗമിഷ്യസി ചന്ദ്രമുഖീ തിതാം സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യ രഥം ത്വമപാഹൃതാ ഭുവി തതോ വിതതോ നിനദോദ്വിഷാം. ചന്ദ്രമുഖി ക്വനുഗമിഷ്യസി, അല്ലയോ ചന്ദ്രമുഖി, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇത് സരസമേത്യ ത്വം ക്ഷണാത് താം, അടുത്തു ചെന്ന് സരസഭാവത്തിൽ ചോദിച്ചുകൊണ്ട് അങ്ങ് വേഗത്തിൽ അവളെ, അതായത് രുക്മിണിയെ, കരേണ ഹരൻ രഥം സമധിരോപ്യ അപാഹൃതാഹ, ഭഗവാനെ കണ്ടെങ്കിലും ഭഗവാൻ വന്ന് സ്വീകരിച്ചു കൊണ്ട് പോകട്ടെ എന്ന ഭാവത്തിൽ രുക്മിണി ദേവി കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങാൻ തുടങ്ങവേ ഭഗവാൻ ചെന്ന് കൈപിടിച്ച്, എവിടെയാണ് പോകുന്നത്, ഇവിടെയാണ് ഞാൻ, ഇതാണ് എൻ്റെ രഥം, ഇതിലേക്ക് കയറൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവളുടെ കൈ പിടിച്ചു. കരേണ ഹരൻ രഥം സമധിരോപ്യ, രഥത്തിലേക്ക് കയറ്റി, അപഹൃത അപഹരിച്ചുകൊണ്ട് പോയി. തഥാ ദ്വിഷാം നിനദഹ ഭുവി വിതതഃ, അപ്പോൾ ശത്രുക്കളുടെ ശബ്ദം ഭൂമിയിൽ പരന്നു. ആരും അതത്ര പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനായിട്ട് ഉടനെ സാധിച്ചതുമില്ല. എല്ലാവരും രുക്മിണിയുടെ രൂപലാവണ്യത്തിൽ മയങ്ങി അങ്ങനെ ഒരു നിമിഷം നിന്നുപോയി. ആ സന്ദർഭത്തിലാണ് ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ക്വനുഗത പശുപാലയിതി ക്രുധാ കൃതരണായ ദുഭിശ്ച ജിതാ നൃപ നദു ഭവാനുത ചാല്യത തൈരഹോ ശുനകൈരിവ കേസരി. പശുപാലഃ ക്വനുഗതഃ ഇതി ക്രുധാ കൃതരണാ നൃപാഃ. പശുപാലൻ, അതായത് ഗോപാലൻ, ഇടയച്ചെറുക്കൻ. ആ ഇടയച്ചെറുക്കൻ എവിടെ പോയി? ക്വനുഗതഃ എവിടെ പോയി? ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ക്രോധത്തോടെ യുദ്ധം ചെയ്ത രാജാക്കന്മാർ യദുഭിഹി ജിതാഹ ച, യാദവന്മാരാൽ തോൽപ്പിക്കപ്പെട്ടപ്പോൾ ഭവാൻ തു ശുനകൈഹി കേസരീവ, അങ്ങ്, ശുനകൻ എന്ന് പറഞ്ഞാൽ പട്ടികൾ, നായ്ക്കളുടെ ഇടയിൽ സിംഹം എന്ന പോലെ, പിശുനകൈഹി അതഹ ന ഉദചല്യത അഹോ, ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് അങ്ങയിൽ ഒരു ചലനവും ഉണ്ടാക്കുവാൻ സാധിച്ചില്ല, അത്ഭുതം തന്നെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തദനുരുക്മിണമാഗതമാഘവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ പ്രഥമദം പരിമുച്യ ബലോക്തിഭിഃ
പുരമയാ രമയാ സഹ കാന്തയാ. തദനു ആഹവേ ആഗതം രുക്മിണം വധമുപേക്ഷ്യ. പിന്നീട് യുദ്ധത്തിനായി വന്ന രുക്മിയെ വധിക്കാതെ നിബധ്യ വിരൂപയൻ ഹൃതമതം ബന്ധിച്ച് വിരൂപനാക്കി അഹങ്കാരത്തെ നശിപ്പിച്ചു. ബലോക്തിഭിഹി പരിമുച്യ, ബലരാമന്റെ വാക്കുകളാൽ മോചിപ്പിച്ചു. രമയാ കാന്തയാ സഹ പുരം അയാഹ. അതിനുശേഷം കാന്തയായ ലക്ഷ്മി ദേവിയോടുകൂടി അങ്ങ് ദ്വാരകാപുരിയിലെത്തി എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുക ജൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ശൂലസന്മുഖീം. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ. മംഗളം നേരട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളമേവർക്കും നേർന്നിടട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നവസമാഗമലജ്ജിതമാനസാം. പുതിയതായുണ്ടായ ആദ്യമായുണ്ടായ സമാഗമത്താൽ മനസ്സിൽ ലജ്ജ പൂണ്ട രുക്മിണിയെ പ്രണയ കൗതുക ജൃംഭിത മന്മഥാം. പ്രേമവും കൗതുകവും കാരണം വിടർന്ന മന്മഥ വിചാരങ്ങളോടെ ഹസിതാം ശൂലസന്മുഖിം. പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവളുമായ താം നാഥ ആ രുക്മിണിയെ, ഹേ ഭഗവാനെ, രഹസി യഥാസുഖം അരമയ ഖലു. ഏകാന്തതയിൽ യഥാസുഖം അങ്ങ് രമിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വിവിധ നന്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരതനോദതിലോലതാം. ഏവം അഹർനിശം വിവിധ നർണഭിः പ്രമദം ആകലയൻ ഭവാൻ. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പലവിധ നേരം പോക്കുകൾ പറഞ്ഞ് രാവും പകലും. അഹർനിശം എന്ന് പറഞ്ഞാൽ, അഹസ് എന്ന് പറഞ്ഞ പകല്, നിശി രാത്രി, പകലും രാത്രിയും ആനന്ദത്തെ ജനിപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങ് പുനഃ ഏകദാ ഋജുമതേഹേ വരതനോഹോ. പുനഃ പിന്നീടൊരിക്കൽ, ഏകദാ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, വക്രബുദ്ധി അല്ലാത്ത ഋജുമതേഹേ നേർവഴിക്ക് ചിന്തിക്കുന്ന സുന്ദരിയായ രുക്മിണിയോട് എന്ത് കേട്ടാലും അതിനകത്തെ സത്യം മാത്രം, അതിലെന്തുദ്ദേശിച്ചു എന്ന നേരായ അർത്ഥം മാത്രം ഗ്രഹിക്കുന്ന സുന്ദരിയായ രുക്മിണിയോട് വക്രഗിര അതിലോലതാം അതനോഹോ കില. കപട വാക്കുകളാൽ അത്യധികമായ ദുഃഖവും ചാഞ്ചല്യവും ഉണ്ടാക്കി തീർത്തു. അതായത് രുക്മിണിയോട് തമ്മിലുള്ള, അതായത് ഭഗവാൻ രുക്മിണിക്ക് ചേർന്നവനല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ് ശിശുപാലൻ ഇപ്പോഴും ശിശുപാലനായിരുന്നല്ലോ വിവാഹം തീരുമാനിച്ചിരുന്നത്. ആ ശിശുപാലൻ ഇപ്പോഴും രുക്മിണിയെ കിട്ടുമെങ്കിലായിക്കോട്ടെ എന്ന് ഓർത്ത് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശിശുപാലനാണ് കൂടുതൽ യോഗ്യൻ എന്നേക്കാൾ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തന്നെ ഒത്തിരി താഴ്ത്തിയും രുക്മിണിയെ ഒത്തിരി ഉയർത്തിയുമുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞതിന് ശേഷം ശിശുപാലൻ വിവാഹം ഇതുവരെയും കഴിച്ചിട്ടില്ല, വേണമെങ്കിൽ പോകാം, തന്നെ ഉപേക്ഷിച്ചു പോകാം. ഭഗവാന് രുക്മിണിയോടുള്ള അതിയായ പ്രേമം കൊണ്ടൊന്നുമല്ല കല്യാണം കഴിച്ചത്. ആ രാജാക്കന്മാരെയൊക്കെ ഒന്ന് തോൽപ്പിച്ച് കേമനാവണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ രുക്മിണി ദേവി വളരെയധികം ദുഃഖിതയായി. യഥാർത്ഥത്തിൽ ഭഗവാൻ തൽക്കാലം ഒരു പ്രണയകലഹമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണെങ്കിലും രുക്മിണി ദേവി അതൊക്കെ സത്യമായി ധരിക്കുകയും ബോധം കെട്ട് വീഴാൻ തുടങ്ങുകയും ചെയ്തു. ആ അവസരത്തിൽ ഭഗവാൻ താൻ നർമ്മം പറഞ്ഞതാണ്, തമാശ പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല, നീ ഒന്ന്
കോപിക്കുന്നത് കാണാൻ. സുന്ദരിമാർ കോപിച്ചാൽ അവരുടെ സൗന്ദര്യം വർദ്ധിക്കും എന്ന് വിചാരിച്ച് ആ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് രുക്മിണീദേവിയെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. തദധികൈരധലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം മയി മുകുന്ദ ഭവച്ചരിതാനിന പ്രജദതാം ഗതതാന്തിമപാകുരു. അഥാ തദധികൈഃ ലാളന കൗശലൈഃ, പിന്നീട് അധികം ലാളനകളാൽ പ്രണയിനിയും ഇമാം അധികം സുഖയൻ, തന്റെ പ്രണയിനിയെ മുമ്പത്തേക്കാൾ അധികം ആനന്ദിപ്പിച്ചു. ഐ മുകുന്ദ, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, ഭവച്ചരിതാനി പ്രഗതതാം നഹ ഗതതാന്തിം അപാകുരു, അങ്ങയുടെ ചരിതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ അരോഗദൃഢഗാത്രനാക്കേണമേ. അതായത് ദാമ്പത്യത്തിൽ ഒരേപോലെ ദിവസങ്ങൾ ചെലവഴിക്കുമ്പോൾ അതിലത്ര സുഖമുണ്ടാവുകയില്ല. ഇടയ്ക്കൊരു കലഹമൊക്കെ ഉണ്ടായിട്ട് വീണ്ടും ആ കലഹം തീരുമ്പോഴാണ് അതിൻ്റെ ഒരു വർദ്ധിച്ച സുഖമുണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഇങ്ങനെ എല്ലാ പത്നിമാരോടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രണയ കലഹങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നും കൂടെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.